ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഷവർമ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ വാങ്ങുന്ന ഷവർമയുടെ ഒക്കെ ടേസ്റ്റിൻ്റെ ഏറ്റവും വലിയ കാരണം എന്തെന്ന് വെച്ചാൽ അവർ ചിക്കൻ അങ്ങനെ ഗ്രില്ല് ചെയ്യണതാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ചിക്കൻ മാരിനേറ്റ് ഒക്കെ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ആ ഒരു ഗ്രില്ല് ചെയ്ത ചിക്കൻ്റെ അത്ര ടേസ്റ്റ് വരില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഒരു ഗ്രിൽ ചിക്കൻ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചാർക്കോൾ കൊണ്ട് ഉണ്ടാക്കിക്കൂടാന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പം ഒരു സാധാരണ ഒരു പപ്പടം കുത്തിയുകൊണ്ട് ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഷവർമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റാണ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 കപ്പ് തൈര്, അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. നമ്മളെടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു 3-4 മണിക്കൂർ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മയോണീസ്, ഫ്രഞ്ച് ഫ്രൈസ്, ടഹിനി, സാലഡ്, പിന്നെ ഗുബൂസ് ഇതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം 4 മണിക്കൂർ ആവാറായി. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കനലൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇവിടെ ഞങ്ങളൊരു പപ്പടം കുത്തിയാണ് ചിക്കന് നിറക്കാനുള്ളൊരു കമ്പിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ആദ്യം ബേസായിട്ട് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഓപ്പോസിറ്റ് വെക്കുന്ന രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുത്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഉള്ളി കൂടി വെച്ച് കൊടുക്കാം. ഈ ഉള്ളി വേസ്റ്റായി പോവില്ല. ഇത് ഗ്രില്ലായതിന് ശേഷം നമുക്ക് സാലഡിലേക്ക് മുറിച്ചിട്ടിടാം. അങ്ങനെ നമ്മുടെ കോലിൽ നിറച്ച ചിക്കൻ നല്ലോണം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് നല്ല ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ ചിക്കൻ മുറിക്കുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ മുറിച്ചിട്ടിട്ട് പ്ലേറ്റിലേക്ക് വീഴുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ആദ്യത്തെ സെറ്റ് നമ്മൾ മുറിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഉള്ളിൽ വേവാത്ത പാർട്സ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ വേവാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഉണ്ടാക്കിയ സാലഡിൽ ക്യാബേജ് ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ അതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. കുക്കുംബർ ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ തക്കാളി നല്ലോണം ചെറിയ പീസസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇടുന്ന 2 സവാള ഗ്രില്ല് ചെയ്തതിന് ശേഷം നല്ലോണം ചെറുതായി അരിഞ്ഞിട്ട് സാലഡിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സാലഡിലേക്ക് ഉപ്പും പെപ്പർ പൊടിയും വിനീഗറും ഇട്ട് മിക്സ് ചെയ്തതാണ്. സാലഡ് ഭയങ്കര വാട്ടറി ആണെങ്കിൽ നമ്മൾക്കത് കുറച്ച് നേരം ഡ്രെയിൻ ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പീത്ത ബ്രെഡിലേക്ക് ലേശം തഹിനി പേസ്റ്റ് ഇട്ട്, മയോനീസ് ഇട്ട്, സാലഡും പിന്നെ നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത ഉള്ളിയും മുറിച്ചിട്ടതിന് ശേഷം ചിക്കനൊക്കെ ഇട്ട് ലേശം ഫ്രഞ്ച് ഫ്രൈസും ഇട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം.
ഷവർമ ശരിക്കും ഭയങ്കര യമ്മി ആയിരുന്നു. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.